ഇന്നത്തെ ക്ലാസ് പകർച്ചവ്യാധികൾ എന്നൊരു വിഷയത്തെ പറ്റിയിട്ടാണ്. പ്രത്യേകിച്ചും മൺസൂൺ കാലഘട്ടത്തെ പകർച്ചവ്യാധികൾ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ നമ്മുടെ മൺസൂൺ കാലഘട്ടത്തിൽ എന്തുകൊണ്ടാണ് ഇതുപോലെ രോഗങ്ങളെ പറ്റി നമ്മളിപ്പോൾ പ്രത്യേകിച്ച് പകർച്ചവ്യാധികളെ പറ്റി നമ്മൾ ഇത്ര കൺസേൺഡ് ആവുന്നത്, ഇത്ര ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ മഴക്കാലം ആകുമ്പോഴേക്കും നമ്മുടെ സൊസൈറ്റിയിൽ, നമ്മുടെ അന്തരീക്ഷത്തിൽ മൊത്തത്തിൽ ഒരു ഒരു ചേഞ്ച് വരികയാണ്. പ്രത്യേകിച്ച് നമ്മുടെ താപനിലയിലാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ വെള്ളം കെട്ടിക്കിടക്കുകയാണ്. നമ്മുടെ വീടിന് ചുറ്റാണെന്നുണ്ടെങ്കിലും പരിസരങ്ങളിലാണെങ്കിലും വെള്ളം കെട്ടിക്കിടക്കുകയാണ്. അപ്പൊ അതുമൂലം തന്നെ ഒരുപാട് രോഗം ഉണ്ടാക്കുന്ന പല കാരണങ്ങളിലേക്കുള്ളൊരു ഇത് വരികയാണ്. അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോ ഒരു കൊതുകുകൾ, രോഗം ഉണ്ടാക്കുന്ന കൊതുകുകൾ, ഈച്ചകൾ, അവര് ബ്രീഡ് ചെയ്യുന്ന സൈറ്റുകൾ, അവർ വളരുന്ന അവർക്ക് വളരാനുള്ള ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. അതുപോലെ തന്നെ ഈ താപനിലയിലുള്ള ഒരു വ്യത്യാസം വരുമ്പോൾ തന്നെ ഈ പറയുന്ന രോഗാണുക്കൾക്ക്, ഇപ്പോൾ ബാക്ടീരിയകൾ, വൈറസുകൾക്ക്, അവർക്ക് കുറച്ചുകൂടി ഒന്ന് വളരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുകയാണെന്ന് നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം. അത് കൂടാതെ തന്നെ നമ്മളൊരു ഓവർ ക്രൗഡിങ് വരികയാണ് വീടുകളിലൊക്കെ. മഴക്കാലം ആവുമ്പോൾ എല്ലാവരും വീടുകളിൽ തന്നെ ഇരിക്കും. അപ്പോൾ വീടുകളിലാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ സ്കൂളുകൾ തുറന്നു, അപ്പോൾ സ്കൂളിലാണെന്നുണ്ടെങ്കിൽ കുട്ടികൾ ഡെയിലി സ്കൂളിൽ പോകുന്നു. അപ്പോൾ അതെല്ലാം ഒരു ഓവർ ക്രൗഡിംഗ് എന്നുള്ള സാഹചര്യത്തിലേക്ക് വരും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു മൺസൂൺ കാലത്ത് നമ്മൾ കൂടുതലായിട്ടും ഒരു ഈ പറയുന്ന എന്താ പറയുക പ്രതിരോധ മാർഗങ്ങളൊന്ന് ശക്തിപ്പെടുത്തേണ്ട ഒരു ആവശ്യകത ഉള്ളത്. ഇപ്പോ ഏറ്റവും ബേസിക് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു പകർച്ചവ്യാധി എന്ന് വെച്ചാൽ ഒരു രോഗാണുവിൽ നിന്നും, ഒരു രോഗാണു എന്തു ആയിക്കോട്ടെ, ബാക്ടീരിയ, വൈറസോ എന്തോ ആയിക്കോട്ടെ, ഒരു രോഗാണുവോ അതോ അതുണ്ടാക്കുന്ന ടോക്സിനുകൾ, അതുണ്ടാക്കുന്ന വിഷാംശങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം, അതിൽ നിന്ന് രോഗമില്ലാത്ത ഒരു വ്യക്തിയിലേക്ക് കടന്നതിന് ശേഷം ഉണ്ടാക്കുന്ന രോഗം, അതിനെയാണ് പൊതുവെ പകർച്ചവ്യാധികൾ നമ്മൾ പറയുന്നത്. കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറയും, ഇൻഫെക്ഷ്യസ് ഡിസീസ് എന്ന് പറയും. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്ന രീതിയിലുള്ള ഡിസീസ് എന്നുള്ളത്. നമ്മുടെ ചരിത്രകാലം തൊട്ട് തന്നെ ഇത്തരം രോഗങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. നമ്മുടെ പല പുസ്തകങ്ങളിലും ഇപ്പോ നമ്മൾ പറയാന്നുണ്ടെങ്കിൽ ക്ഷയരോഗത്തെ പറ്റിയും TB അസുഖത്തെ പറ്റിയിട്ടൊക്കെ പലതിലും മെൻഷൻ ചെയ്തു പോയിട്ടുണ്ട്. ഇപ്പോൾ ഹിസ്റ്റോറിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്ലേഗ്, 14ാം നൂറ്റാണ്ടിലുണ്ടായ പ്ലേഗ് പോലെയുള്ള അസുഖം യൂറോപ്പിൽ തന്നെയുള്ള വലിയൊരു ജനവിഭാഗത്തെ തന്നെ അവിടെ നിന്ന് തുടച്ചു നീക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെയുള്ള സ്മോൾ പോക്സ് നമ്മൾ ഈ ലോകത്തു നിന്ന് തന്നെ തുടച്ചു നീക്കി. ഒരു കാലത്ത് വലിയൊരു പ്രശ്നമായിരുന്ന ഒരു രോഗത്തെ നമ്മൾ ഈ ലോകത്തു നിന്ന് തന്നെ തുടച്ചു നീക്കിയിട്ടുണ്ട്. സ്മോൾ പോക്സ് അഥവാ വസൂരി എന്നുള്ള ഒരു അസുഖത്തെ തന്നെ. സോ അത്തരം അസുഖങ്ങളെ പറ്റിയിട്ട് നമുക്ക് ഇതുണ്ട്. അപ്പൊ നമ്മളൊരു അടിസ്ഥാനപരമായിട്ട് കുറച്ച് വാക്കുകൾ നമുക്ക് പഠിക്കാം. ആദ്യം ഞാൻ പറയാൻ പോകുന്നത് ഒരു എൻഡമിക്, എപ്പിഡമിക്, പാൻഡമിക് എന്നീ 3 വാക്കുകളാണ്. അതായത് നമ്മളിപ്പോ പാൻഡമിക് എന്നുള്ള വാക്ക് കോവിഡിന് ശേഷം എല്ലാവർക്കും അറിയാൻ പറ്റുമായിരിക്കും. കോവിഡ് പാൻഡമിക് എന്നാണ് നമ്മൾ എപ്പോഴും പറയുന്നത്. ആഗോള തലത്തിൽ വ്യാപിച്ചിരിക്കുന്ന ഒരു അസുഖം. അതിന്റെ കൂട്ടത്തിൽ നമ്മൾ അറിയേണ്ട 1-2 വാക്കുകളാണ് എൻഡമിക് രോഗങ്ങൾ എന്ന് പറയും. അതായത് നമ്മുടെ സ്ഥിരവ്യാധി എന്നൊക്കെ പറയാൻ പറ്റും. നമ്മുടെ ഒരു പ്രദേശത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും അവിടെ ഉണ്ടാവും. ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ കോമൺ കോൾഡ്, നമുക്ക് വരുന്ന ആ ഒരു ജലദോഷപ്പനി എപ്പോഴും ആർക്കെങ്കിലൊക്കെ ആയിട്ട് ആ ഒരു കോമൺ കോൾഡ് ആ ഒരു പ്രദേശത്ത് ഉണ്ടാവും. അത്തരം അസുഖങ്ങളാണ് എൻഡമിക്. ഒരു ആവറേജ് എണ്ണം എടുത്തു നോക്കിയാൽ എല്ലാ മാസവും കൃത്യമായിട്ട് ഒരു ഇത്ര ശതമാനം ആളുകൾക്ക് ആ ഒരു അസുഖം വരുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ടേമാണ് എപ്പിഡമിക് എന്ന് പറയും. എപ്പിഡമിക് ഇപ്പൊ നമ്മൾ കേൾക്കുന്നുണ്ട് ഷിഗല്ല ഔട്ട് ബ്രേക്ക് അല്ലെങ്കിൽ ഷിഗല്ല എപ്പിഡമിക് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അതായത് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു അളവിനേക്കാൾ കൂടുതൽ ആ രോഗം വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എപ്പിഡമിക് എന്ന് പറയും. അതായത് നമ്മൾ കഴിഞ്ഞൊരു വർഷത്തെ കണക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ 130 ഷിഗല്ല കേസായിരുന്നു 2025 വന്നത്. അപ്പൊ 2026 നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഓൾറെഡി 140ഓളം കേസായി ഇപ്പൊ കൂടിയിട്ടുണ്ട്. കഴിഞ്ഞ മാസം തന്നെ അതിന്റെ 70ഓളം കേസുകൾ അതിന്റെ കഴിഞ്ഞ മാസത്തോളം തന്നെ വന്നു. അതായത് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു നമ്പറിനേക്കാളും കൂടിയൊരു നമ്പർ അതിലേക്ക് വന്നു. അപ്പൊ ആ ഒരു വാക്കിനെയാണ് നമ്മൾ എപ്പിഡമിക് എന്നുള്ള വാക്കുകൊണ്ട് നമ്മൾ പറയുന്നത്. കേരളത്തിൽ ഒരു എപ്പിഡമിക് വന്നു, അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒരു എപ്പിഡമിക് വന്നു എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ ഇത്തരം ഒരു അസുഖം നമ്മുടെ അതിർത്തികൾ ഭേദിച്ച് ലോകത്തെ മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് പാൻഡമിക് എന്ന് പറയുന്നത്. ആഗോള തലത്തിലേക്ക് പോകുന്നതിനാണ് പാൻഡമിക് എന്നുള്ളൊരു വാക്ക് കൊണ്ട് നമ്മൾ സൂചിപ്പിക്കുന്നത്. അതായത് എൻഡമിക്, എപ്പിഡമിക്, പാൻഡമിക്. അതുപോലെ തന്നെ ഇത്തരം അസുഖങ്ങളെ പറ്റിയിട്ട് പണ്ട് കാലം തൊട്ട് തന്നെ പഠനങ്ങൾ നടന്നു, എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ളത്. ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് നമ്മളെ ആദ്യം ഉണ്ടായിരുന്ന ഒരു തിയറി ഉണ്ട്. നമ്മുടെ എന്താ പറയാ, മോശം വായു കൊണ്ടാണ്, നമ്മുടെ അന്തരീക്ഷത്തിലെ വായു മോശമായതുകൊണ്ടാണ് രോഗങ്ങൾ പടരുന്നത് എന്നാണ് പണ്ടൊക്കെ ആളുകൾ വിശ്വസിച്ചു പോയിരുന്നത്. മയാസ്മ തിയറി എന്നൊക്കെ ഉള്ള പല രീതിയിൽ തിയറി ഉണ്ട്, സൂപ്പർ നാച്ചുറൽ തിയറി ഉണ്ട്, അങ്ങനെ ഒരുപാട് തിയറികളുണ്ട്. പക്ഷെ അതിനെല്ലാം നമുക്ക് മാറ്റാൻ പറ്റിയത് ലൂയിസ് പാസ്റ്ററുടെയും റോബർട്ട് കോച്ചിൻ പോലെയുള്ള ശാസ്ത്രജ്ഞന്മാരുടെ, അത്തരം ഡോക്ടർമാരുടെ ഒരു
പഠനങ്ങൾ കൊണ്ടാണ് അവര് കണ്ടെത്തി ഒരു രോഗാണുവിൽ നിന്നാണ് ഒരു രോഗം വരുന്നത് എന്നുള്ളത്. അപ്പോൾ നമ്മൾ പറയുന്ന ഒരു എപ്പിഡമോളജിക്കലി പറയുമ്പോൾ നമുക്കൊരു 3 രീതിയിൽ പറയാം. ഒരു രോഗം വരുന്നത് പ്രധാനമായിട്ടും ഒരു ഏജന്റ് ഉണ്ടാവും, ഒരു രോഗം ഒരു രോഗം വഹിക്കുന്ന ഒരു ഏജന്റ്. അതൊരു രോഗാണു ആവാം, അല്ലെങ്കിൽ അത്തരം എന്തെങ്കിലും ജീവികളാവാം. പ്രത്യേകിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ബാക്ടീരിയ, വൈറസ്, മറ്റു പല പ്രോട്ടോസോവ അത്തരം ജീവികളാവാം ആദ്യം പറയുന്ന ഏജന്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഹോസ്റ്റ് എന്ന് പറയുന്ന രോഗം ആരിലേക്കാണോ, ഈ പറയുന്ന രോഗാണു ബാക്ടീരിയയും വൈറസും ആരിലേക്കാണോ വരുന്നത് അവരാണ് ഹോസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ കോവിഡിന്റെ ഉദാഹരണം കൊടുക്കുകയാണെങ്കിൽ കോവിഡ് വൈറസ് ആണ് അതിലെ ഏജന്റ് എന്ന് പറയുന്നത്, രോഗാണു എന്ന് പറയുന്നത്. രോഗം ആരിലേക്കാണോ വരുന്നത്, രോഗി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, അവരാണ് ഹോസ്റ്റ്. മൂന്നാമത് ഒരു ഇതാണ് ഒരു എൻവയോൺമെന്റ് എന്ന് പറയും, അന്തരീക്ഷം. അതായത് ഈ രോഗാണു രോഗിയിലേക്ക് വരാൻ ഉണ്ടായ സാഹചര്യം അല്ലെങ്കിൽ ആ ഒരു അന്തരീക്ഷം എന്ന് പറയും. ഈ ഒരു 3 കാര്യങ്ങളാണ് നമ്മൾ എപ്പിഡെമിയോളജിക്കൽ ട്രയാഡ് എന്ന് പറയുന്നത്. ഈ 3 കാര്യങ്ങളിലുള്ള ഒരു കോംപ്ലക്സ് റിലേഷൻഷിപ്പ് വഴിയാണ് നമ്മളുടെ ഈ കാണുന്ന എല്ലാ അസുഖങ്ങളും, ഈ ഇൻഫെക്ഷ്യസ് ഡിസീസ് ആണെന്നുണ്ടെങ്കിലും എല്ലാ അസുഖങ്ങളും വരുന്നത്. ഏത് രോഗം എടുത്താലും നമുക്ക് അതിനൊരു ഏജന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, രോഗാണുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ രോഗിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ ആ രോഗം വരാനുണ്ടായ അന്തരീക്ഷവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്നുള്ള രീതിയിൽ നമുക്ക് തരം തിരിച്ചു പറയാൻ പറ്റും. 1800കളിൽ ഒരു പഠനം നടന്നിട്ടുണ്ട്. അതായത് ഗ്രേറ്റ് ബ്രിട്ടനിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു ബ്രോഡ് സ്ട്രീറ്റ്, ലണ്ടനിലെ ഒരു ബ്രോഡ് സ്ട്രീറ്റിൽ ഒരു കോളറ ഔട്ട് ബ്രേക്ക് വന്നു. അതായത് പല ആളുകൾക്ക് കോളറ ഔട്ട് ബ്രേക്ക് വരികയും അവരൊക്കെ മരണപ്പെട്ടു പോകാനുണ്ടായിരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ അവിടെ ജോൺ സ്നോ എന്ന് പറഞ്ഞൊരു ഡോക്ടർ ഉണ്ടായിരുന്നു. അദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ചാൽ അദ്ദേഹം ആ ഏരിയയുടെ ഒരു മാപ്പ് എടുത്തു, ഒരു മാപ്പ് എടുത്തിട്ട് ആ രോഗം വന്ന ആളുകളെ അല്ലെങ്കിൽ അവരുടെ വീടുകളെല്ലാം അയാൾ പ്ലോട്ട് ചെയ്തു, ഏതൊക്കെ വീടുകളിലാണ് ഈ രോഗം വന്നത്. എന്നിട്ട് അതുപോലെ തന്നെ ആ വീടുകൾ കോമൺ ആയിട്ട് വീടുകൾക്ക് പൊതുവായി ഉണ്ടായ സ്വഭാവം എന്താണെന്ന് അദ്ദേഹം പഠിച്ചപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ ആ വീട്ടുകാരെല്ലാം ഉപയോഗിച്ചിരുന്നത് ഒരു പൈപ്പിൽ നിന്നുള്ള വെള്ളമായിരുന്നു. ആ ഇതിലേക്കുള്ള വാട്ടർ സപ്ലൈ ആ വീടുകളെല്ലാവരും ഒരേ പൈപ്പിൽ നിന്നാണ് വെള്ളം എടുത്ത് കുടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് അദ്ദേഹം കണ്ടെത്തി രോഗം വരുന്നത് വെള്ളം വഴിയാണ്. അത് മാത്രമല്ല, ഈ ഒരു ഭാഗം, അതായത് ഈ ഒരു പൈപ്പ് അടച്ചാൽ ചിലപ്പോൾ രോഗം നിന്നേക്കാന്ന് പറയും. അദ്ദേഹം അത് അവിടുത്തെ ഗവൺമെന്റിന് സമർപ്പിക്കുകയും ചെയ്തപ്പോൾ ഗവൺമെന്റ് ആ പൈപ്പ് അടച്ചു പൂട്ടുകയും ചെയ്തപ്പോൾ കോളറ വ്യാപനം നിന്നു. അത് മാത്രമല്ല, പിന്നീട് കണ്ടെത്തി ആ പൈപ്പിൽ നിന്ന് വേറെ പല രീതിയിലുള്ള കണ്ടാമിനേഷൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെയാണ് നമ്മുടെ എപ്പിഡെമിയോളജിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ടുപിടുത്തം അദ്ദേഹം നടത്തിയത്. അദ്ദേഹത്തിനാണ് ഫാദർ ഓഫ് എപ്പിഡെമിയോളജി എന്നൊക്കെ രീതിയിൽ നമ്മൾ വിശേഷിപ്പിക്കുന്നത്. അപ്പൊ അദ്ദേഹം ചെയ്തത് എന്താന്ന് വെച്ചാൽ എന്താണ് ഈ ഏജന്റ്, ഹോസ്റ്റ്, എൻവയോൺമെന്റ്, ഈ 3 കാര്യങ്ങൾക്കിടയിൽ എവിടെയാണ് ഈ രോഗത്തെ നമുക്ക് തടയാൻ പറ്റുക എന്നാണ് നമ്മൾ നോക്കിയത്. ഏത് രോഗം എടുത്താലും നമുക്ക് ഈ ഒരു രീതിയിലേക്ക് പറ്റും. അതിലേക്ക് നമുക്ക് ഒരു രോഗം പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ അതിലേക്ക് നമുക്ക് സംസാരിക്കാം. ഇനി അറിയേണ്ട 1-2 ടേമുകളുണ്ട്. ഒരു രോഗാണു, ഈ പറയുന്ന ഏജന്റ് നമ്മുടെ ബോഡിയിലേക്ക്, ഒരു രോഗിയിലേക്ക് കടന്നാൽ എത്ര ദിവസത്തിന് ശേഷമാണ് നമുക്ക് അസുഖം വരുന്നത് അല്ലെങ്കിൽ ആദ്യ ലക്ഷണം കാണിക്കുന്നത്, ആ ഒരു വാക്കാണ് ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത്. അതായത് രോഗാണു നമ്മുടെ ശരീരത്തിലേക്ക് കടന്നു, ആദ്യത്തെ ദിവസം കുഴപ്പമില്ല, രണ്ടാമത്തെ ദിവസം കുഴപ്പമില്ല, ഒരു 5ാമത്തെ ദിവസം ആയപ്പോഴേക്കാണ് നമുക്ക് ഈ അസുഖം വന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം 5 ദിവസമാണ് ഇതിന്റെ ഒരു ഇൻക്യുബേഷൻ പീരീഡ്. ആ ഒരു ബാക്ടീരിയ അല്ലെങ്കിൽ വൈറസ് നമ്മുടെ ഉള്ളിലേക്ക് കിടന്നിട്ട് 5 ദിവസം എടുത്തു ആ ഒരു രോഗം നമുക്ക് വരാൻ. അതാണ് ഇൻക്യുബേഷൻ പീരീഡ്. അതുപോലെ തന്നെ ഇങ്ങനെ രോഗം വരുന്ന ആൾക്കാരെയാണ് നമ്മൾ കേസസ് എന്ന് വിളിക്കുന്നത്. കേസ് അതായത് ഒരു രോഗം വന്നൊരു ആള്. അതുപോലെ തന്നെ കാരിയർ എന്നുള്ളൊരു അവസ്ഥയെ നമുക്ക് ഉണ്ടാവാം. അതായത് നമുക്ക് ചിലപ്പോൾ രോഗാണു നമ്മുടെ ശരീരത്തിൽ കിടന്നാലും നമ്മൾക്ക് ചിലപ്പോൾ രോഗലക്ഷണങ്ങൾ കാണിക്കണം എന്നില്ല. അത് പല രീതിയിലായിട്ട് നമ്മൾ തരം തിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തതാണ് ഹെൽത്തി കാരിയർ. അതായത് രോഗാണു ശരീരത്തിൽ കടന്നു പക്ഷെ രോഗലക്ഷണങ്ങൾ യാതൊന്നും തന്നെ ഇല്ല. അതാണ് ഹെൽത്തി കാരിയർ. ചിലപ്പോൾ ട്യൂബർക്ലോസ് ഒക്കെ ഉള്ള ഒരാൾക്ക്, TB ഉള്ള ക്ഷയരോഗമുള്ള ആൾക്ക് ചിലപ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് ആ ഒരു രോഗാണു പ്രവേശിച്ചേക്കാം, പക്ഷെ അതിൻ്റെതായ ലക്ഷണങ്ങൾ ഉണ്ടാവണമെന്നില്ല. അതുപോലെ തന്നെയാണ് ഡിഫ്തീരിയ രോഗത്തിനും ചിലപ്പോൾ നമുക്കതൊരു സ്കിൻ ഇൻഫെക്ഷൻ ആയിട്ട് നമുക്ക് ചെറുപ്പത്തിൽ എപ്പോഴെങ്കിലൊക്കെ വന്നിട്ടുണ്ടാവും. അതുകൊണ്ടാവും നമ്മൾ പലരും ഡിഫ്തീരിയ രോഗം പിന്നീട് നമ്മൾക്ക് വരാത്തത്. അതൊരു സബ് ക്ലിനിക്കൽ ഇൻഫെക്ഷൻ ആയിട്ട് നമുക്ക് വന്നു പോയേക്കാം. അങ്ങനെയുള്ള അതിനാണ് ഹെൽത്തി കാരിയർ എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെയുള്ള മറ്റൊരു വാക്കാണ് ഇൻക്യുബേറ്ററി കാരിയർ. അതായത് രോഗാണു നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ച് തുടങ്ങിയാൽ തന്നെ നമുക്ക് രോഗലക്ഷണങ്ങൾ വരുന്നതിന് മുന്നേ തന്നെ നമുക്ക് രോഗം മറ്റുള്ളവരിലേക്ക് നമുക്ക് പടർത്താൻ പറ്റും. കോവിഡ് അതുപോലത്തെ ഒരു അസുഖമായിരുന്നു.
നമ്മുടെ ശരീരത്തിലേക്ക് കോവിഡ് വൈറസ് പ്രവേശിച്ച ഉടനെ തന്നെ നമുക്ക് ഈ കോവിഡ് വൈറസിനെ ബാക്കിയുള്ള ആളുകളിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റുമായിരുന്നു. അതൊരു കോവിഡിന്റെ ഒരു ഭയങ്കര വലിയൊരു പ്രശ്നമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആളുകൾക്ക് ഇത്രയും വലിയൊരു കോൺടാക്ട് ലിസ്റ്റ് കോവിഡിന് വരാൻ ഉണ്ടായിരുന്നത്. കാരണം നമുക്കറിയില്ല ആ വൈറസ് നമ്മുടെ ശരീരത്തിൽ കടന്നു വന്നു. അതിനെയാണ് ഇൻക്യുബേറ്ററി കാരിയർ അവസ്ഥ എന്ന് നമ്മൾ വിളിക്കുന്നത്. ചില അസുഖങ്ങൾ വന്നു കഴിഞ്ഞാലും നമുക്ക് രോഗം നമ്മുടെ ഉള്ളിലുണ്ടാവും. ഇപ്പൊ ഒരു എക്സാമ്പിൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും, ടൈഫോയിഡ് മേരി എന്നുള്ളൊരു വാക്ക് ചിലപ്പോൾ പലരും കേട്ടിട്ടുണ്ടാവും. അതായത് മേരി മെലൻ എന്നുള്ളൊരു US ജീവിച്ചിരുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവർക്ക് ഈ അസുഖം വന്ന് മാറി. പക്ഷെ കുറെ നാളുകൾക്ക് ശേഷവും അവര് കുക്കായിരുന്നു, ഒരു ഹോട്ടലിൽ ഒരു പാചകം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു. പക്ഷെ ഇവരുണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കുന്ന വഴി പലർക്കും ഈ രോഗം വന്നു, ടൈഫോയിഡ് രോഗം വന്നു. ആർക്കും ആദ്യം ഇതിൽ കാര്യം മനസ്സിലായില്ല. പിന്നീടാണ് മനസ്സിലായത് ഈ ഒരു വ്യക്തി ഒരു കൺവാലസന്റ് കാരിയർ ആയിരുന്നു എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഒരു ക്രോണിക് കാരിയർ ആയിരുന്നു എന്നുള്ള രീതിയിൽ പിന്നീടാണ് ആളുകൾക്ക് മനസ്സിലായത്. അപ്പൊ ഇങ്ങനത്തെ കുറച്ച് വാക്കുകളുണ്ട്, അതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അതുപോലെ തന്നെ അവസാനമായിട്ടുള്ള രണ്ട് വാക്കുകൾ പറയാം. അതാണ് ക്വാറന്റൈനും ഐസൊലേഷനും. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിലൊക്കെ നമ്മളിപ്പോൾ കോവിഡ് വന്നപ്പോൾ നമ്മൾക്ക് അറിയാം എന്താണ് ക്വാറന്റൈനും എന്താണ് ഐസൊലേഷൻ എന്നുള്ളത്. ഐസൊലേഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ കോവിഡ് വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്വമേധയാ ബാക്കിയുള്ള ആളുകളിൽ നിന്ന് നമ്മൾ അകന്ന് ഒരു മുറിയിൽ നമ്മൾ അടച്ചിരിക്കണം. അതിനാണ് ഐസൊലേഷൻ നമ്മൾ പറയുന്നത്, രോഗം മറ്റുള്ളവരിലേക്ക് വരാതിരിക്കാൻ വേണ്ടി. ക്വാറന്റൈൻ എന്ന് വെച്ചാൽ നമ്മൾക്കൊരു രോഗലക്ഷണങ്ങളൊന്നും ഇല്ല, പക്ഷെ നമുക്കൊരു സംശയമുണ്ട്, ഒരു സമ്പർക്കത്തിൽ ഏർപ്പെട്ടു പോയി, ഒരു രോഗിയുമായിട്ട് നമുക്ക് അടുത്തിടപഴകേണ്ടി വന്നു, ആ രോഗിയുമായി യാത്ര ചെയ്യേണ്ടി വന്നു, ഒരുമിച്ച് ഭക്ഷണം കഴിക്കേണ്ടി വന്നു, അങ്ങനത്തെ ഒരു സാഹചര്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് സ്വമേധയാ ക്വാറന്റൈനിലേക്ക് പോകണം. അത് ഈ ക്വാറന്റൈൻ എന്നുള്ള വാക്ക് വരാൻ തന്നെ കാരണം 14ാം സെഞ്ചുറി പ്ലേഗ് ഉണ്ടായ സമയത്ത് പല രാജ്യങ്ങളിലേക്ക് കപ്പൽ വഴി ഗതാഗതം ഉള്ളപ്പോൾ ആ കപ്പൽ ഒരു പോർട്ടിലേക്ക് വന്നാൽ ഏകദേശം 40 ദിവസത്തോളം ആ കപ്പലിൽ നിന്ന് ആളുകൾ പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ലായിരുന്നു. അങ്ങനെയാണ് ആ ഒരു ക്വാറന്റൈൻ എന്നുള്ള ടേം ഇപ്പോഴത്തെ ഇതിലേക്ക് കൂടുതലായിട്ടും വന്നു. ശരി, അപ്പൊ ഇത്രയാണ് നമ്മൾ പ്രധാനമായിട്ടും ഉള്ളൊരു ചെറിയ വാക്കുകൾ നമ്മൾ പഠിക്കേണ്ടത്. ഇനി നമുക്ക് കുറച്ച് അസുഖങ്ങളെ പറ്റിയിട്ടൊന്ന് പറഞ്ഞു പോവാം. പ്രധാനമായിട്ടും 3-4 അസുഖങ്ങളെ പറ്റിയിട്ടാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. അതിൽ കൂടുതലായിട്ട് ഒരു വയറിളക്ക രോഗങ്ങളെ പറ്റി എപ്പോഴും കൂടുതൽ നമ്മൾ കേട്ടുവരുന്നുണ്ടല്ലോ, ഷിജല്ല പോലെയുള്ള. അപ്പൊ ഒരു വയറിളക്ക രോഗങ്ങളെ പറ്റിയിട്ടുള്ളൊരു പൊതുവായുള്ള കുറച്ച് കാര്യങ്ങളും, അതുകൂടാതെ തന്നെ ഇൻഫ്ലുവൻസ എന്നുള്ള രോഗത്തെ പറ്റിയും, അതായത് നമ്മുടെ വയറിനെ ബാധിക്കുന്ന വയറിളക്ക രോഗങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ശ്വാസകോശത്തിനെ ബാധിക്കുന്ന ഇൻഫ്ലുവൻസ രോഗത്തെ പറ്റിയിട്ടാണ് ഇപ്പൊ പറയാൻ പോകുന്നത്. അതിനുശേഷം ഡോക്ടർ അജിത്ത് കൊതുക് പരത്തുന്ന രോഗങ്ങളെ പറ്റിയിട്ടൊക്കെ ഉള്ള രീതിയിൽ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിക്കുന്നു. അപ്പോൾ അക്യൂട്ട് ഡയറിയൽ ഡിസീസ് എന്നാണ് നമ്മൾ പൊതുവെ വയറിളക്ക രോഗങ്ങളെ പറയുന്നത്. അക്യൂട്ട് ഡയറിയൽ ഡിസീസ്. നമ്മൾക്കൊരു രോഗിക്ക് എങ്ങനെയാണ് അക്യൂട്ട് ഡയറിയൽ ഡിസീസ് ഉള്ളതെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ആ വ്യക്തിക്ക് 3-ഓ അതിലധികമോ പ്രാവശ്യം വയറിളക്കം എന്ന് ഉദ്ദേശിച്ചത് വെള്ളം പോലെ മലം പോവുക, അല്ലെങ്കിൽ ആ കൺസിസ്റ്റൻസി നമ്മൾ സാധാരണ പോയിരുന്ന കൺസിസ്റ്റൻസിന്ന് വ്യത്യാസപ്പെട്ട് മലം പോവുക, അങ്ങനത്തെ ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഒരു അക്യൂട്ട് ഡയറിയൽ ഡിസീസ്, ഒരു ഡയറി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. ഇതിന്റെ കുറച്ചുകൂടി ഒരു കോംപ്ലിക്കേറ്റഡ് ഫോമാണ് അതിസാരം, നമ്മൾ ഡിസെൻട്രി എന്ന് വിളിക്കുന്നത്. ഡിസെൻട്രി എങ്ങനെ ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ, ഈ ഡയറിയിൽ വെള്ളം പോലെ മലം പോവുകയാണെന്നുണ്ടെങ്കിൽ ഡിസെൻട്രിയിൽ ഇതിന്റെ കൂടെ തന്നെ രക്തവും അതുപോലെ തന്നെ കഫം പോലെ തോന്നിക്കുന്ന മ്യൂക്കസ് പോലെയുള്ള കുറച്ച് പദാർത്ഥങ്ങളും പോകും. അതായത് മലവും അതിന്റെ കൂടെ തന്നെ രക്തവും പോകുന്നതാണ് അതിസാരം. അത് കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ട ഒരു കണ്ടീഷനാണ്. നമ്മളിപ്പോൾ കണ്ടുവരുന്ന ഷിജല്ല രോഗം ഈ അതിസാരത്തിന്റെ ഒരു എക്സാമ്പിൾ ആണ്. ഇതിൽ മലം പോകുന്നതിന്റെ കൂടെ ഒരുപാട് രക്തം പോകാനുള്ളൊരു സാധ്യതയുണ്ട്. ശരി, ഇനി നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഈ ഡയറിയൽ രോഗങ്ങൾ തന്നെ ആരാണോ ഏജന്റ്, അതാണ് ആരാണോ ഈ രോഗാണോ, അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് പല രീതിയിൽ തരംതിരിക്കാം. അതായത് വൈറസ് ഉണ്ടാക്കുന്ന ഡയറിയൽ രോഗം, അല്ലെങ്കിൽ ബാക്ടീരിയ ഉണ്ടാക്കുന്ന ഡയറിയൽ രോഗം, അല്ലെങ്കിൽ പ്രോട്ടോസോവ പോലെയുള്ള മറ്റു ജീവികൾ ഉണ്ടാക്കുന്ന ഡയറിയൽ രോഗം. ഓക്കെ, അപ്പൊ അതിൽ തന്നെ നമ്മൾ സാധാരണ ഏറ്റവും കൂടുതൽ കാണുന്നത്, കുട്ടികളിലെ കാണുന്നത് വൈറസ് ഉണ്ടാക്കുന്ന രോഗമാണ്. പ്രധാനമായിട്ടും നമുക്ക് ഇപ്പൊ പറയുന്ന റോട്ടാ വൈറസ് എന്നൊരു വൈറസ് ഉണ്ട്, ആ വൈറസ് ഉണ്ടാക്കുന്ന രോഗമാണ്. അല്ലെങ്കിൽ എൻട്രോ വൈറസ് എന്നുള്ള ഒരുപാട് വൈറസുകളുണ്ട്. ഇതാണ് ഒരു പ്രധാനമായിട്ട് നമ്മൾ സാധാരണ കണ്ടുവരുന്നത്. അതിനുള്ള വാക്സിൻ ഇപ്പൊ കുട്ടികൾക്ക് തന്നെ റോട്ടാ വൈറസ് വാക്സിൻ നമുക്ക് ചെറുപ്പത്തിൽ കൊടുക്കും. 1 വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക് നമ്മൾ അത് കൊടുത്ത് പോരാറുണ്ട്. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്തരം വൈറസ് ഉണ്ടാക്കുന്ന ഡയറിയൽ രോഗങ്ങളെ പറ്റിയിട്ട്
ഇതാണ്. പക്ഷെ നമുക്ക് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ കൺസേൺഡ് ആയിട്ടുള്ള രോഗമാണ് ഷിജല്ല. ഷിജല്ല എന്ന് പറയുന്നത് ഒരു ബാക്ടീരിയ ആണ്. ഓക്കെ. അപ്പോ ഈ ബാക്ടീരിയ പരത്തുന്ന രോഗമാണ് ഷിജല്ലോസിസ് എന്ന് നമ്മൾ വിളിക്കുന്ന ഷിജല്ല ഡിസെൻട്രി എന്ന് നമ്മൾ പറയുന്ന രോഗം. ഓക്കെ. ഈ വൈറസ് ഈ ഇതുപോലെ തന്നെ മറ്റ് ബാക്ടീരിയകളും ഈ രോഗം പരത്തുന്നുണ്ട്. എക്സാമ്പിൾ പറയുന്നത് കോളറ, വിബ്രിയോ കോളറ എന്ന് പറഞ്ഞൊരു ബാക്ടീരിയയാണ് ആ ഒരു അസുഖം പരത്തുന്നത്. അതുപോലെ തന്നെ സാൽമണല്ലയാണ് സാൽമണല്ലോസിസ് എന്നൊക്കെ പറയുന്നത് പരത്തുന്നത്. അതുപോലെ തന്നെ മറ്റൊരു അസുഖങ്ങളാണ് സ്റ്റാഫൈലോകോക്കസ് ഓറിയസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത്തരം ഒരുപാട് ബാക്ടീരിയകളും വൈറസുകളും അതുപോലെ തന്നെ ജിയാർഡിയ അല്ലെങ്കിൽ അമീബ പോലെയുള്ള പല പ്രോട്ടോസോവകളും ഈ അസുഖം പരത്തുന്നുണ്ട്. ഇതിന്റെ എല്ലാത്തിന്റെയും രോഗലക്ഷണങ്ങൾ ഏറെക്കുറെ സിമിലർ ആണ്. അതായത് ബേസിക്കലി ഇവരെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിന്റെ ഒരു ട്രാൻസ്മിഷൻ വരുന്നത്, അതായത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഈ രോഗം വരുന്നത് പ്രധാനമായിട്ടും ഫീക്കോ ഓറൽ റൂട്ട് എന്ന് നമ്മൾ പറയും. അതായത് നമ്മുടെ മലിനമായ കൈകളിൽ നിന്നാണ് ഈ രോഗം നമ്മളിലേക്ക് എത്തുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഒരു രോഗി ബാത്റൂമിലൊക്കെ പോയി മലവിസർജനമൊക്കെ നടത്തി കഴിഞ്ഞ് അയാൾ വൃത്തിയായിട്ട് കൈ കഴുകിയില്ല, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി ശുചിത്വം പാലിക്കാതെ അയാളെ തിരിച്ചു വന്നു, അയാൾ ആ കൈകൾ വെച്ചിട്ട് ഭക്ഷണം പാകം ചെയ്യുകയോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുകയോ ഒക്കെ ചെയ്താൽ അദ്ദേഹത്തിന്റെ കൈകൾ വഴി ആ ആൾക്ക് രോഗാണു ഉള്ളിലേക്ക് കിടക്കുകയും നമ്മുടെ വയറിലെത്തിയിട്ട് കുടലുകളിൽ എത്തിയിട്ട് ചെറിയൊരു ഇൻഫെക്ഷൻ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഈ ഇൻഫെക്ഷന്റെ ഭാഗമായിട്ടാണ് ഒരു ഡയേറിയ ആദ്യം ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മൾ ഒരു രോഗാണു ഉള്ളിൽ ചെന്നാൽ, ഇപ്പോൾ ഇത്തരം രോഗങ്ങൾക്ക് എപ്പോഴും ചിലപ്പോൾ ചില രോഗങ്ങൾ ചിലപ്പോൾ ഒരു 3 ദിവസം എടുക്കുമായിരിക്കും. ഇൻക്യുബേഷൻ പീരീഡ് നേരത്തെ പറഞ്ഞ രോഗാണു ഉള്ളിൽ കയറിയാൽ ഒരു 3 ദിവസം എടുക്കുമായിരിക്കും, ചിലതിന് ഒരാഴ്ച എടുക്കുമായിരിക്കും, ചിലതിന് 1 മാസം വരെ എടുക്കുമായിരിക്കും. ആ ഒരു ഏതാണോ ആ നമ്മുടെ ഉള്ളിൽ പോയ രോഗാണോ അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഇത്രയും സമയം ചിലപ്പോൾ എടുക്കും ഓരോന്നിനും. ഇപ്പോൾ ഷിഗല്ലയുടെ കാര്യമൊക്കെ പറഞ്ഞാൽ ഒരു ചിലപ്പോൾ അത് 1 ദിവസത്തിലോ അല്ലെങ്കിൽ ഒരു 3 ദിവസത്തിലോ ചിലപ്പോൾ 5 ദിവസം വരെ നീളം, 5 ദിവസത്തിലൊക്കെ ചിലപ്പോൾ ഈ രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങും. പ്രധാന രോഗലക്ഷണങ്ങൾ എന്ന് വെച്ചാൽ, എല്ലാ ഡയറൽ ഡിസീസിന്റെ രോഗലക്ഷണം എന്ന് വെച്ചാൽ നമുക്കൊരു ഓക്കാനം വരും. ആദ്യമായിട്ടൊരു ഓക്കാനം വരിക, ചിലപ്പോൾ ഛർദ്ദിക്കുക, അതിനുശേഷം നല്ല ശക്തമായ ഡയറിയ, വയറ്റിൽ നിന്ന് നല്ല ശക്തമായിട്ട് ഒരുപാട് മൂന്നോ അതിലധികമോ പ്രാവശ്യത്ത് വയറ്റിൽ നിന്ന് പോവുക. അതിന്റെ കൂടെ തന്നെ ഉണ്ടാവുന്ന പനി, അതിന്റെ കൂടെ തലവേദന, പിന്നെ ശക്തമായ വയറുവേദന. അതുകൂടെ തന്നെ ഷിഗല്ലയ്ക്കുള്ള മറ്റൊരു രോഗലക്ഷണമാണ് വയറ്റിൽ നിന്ന് പോയാലും പൂർണ്ണമായിട്ടും ക്ലിയർ ആവാത്തൊരവസ്ഥ. അപ്പോൾ രോഗി ബാത്റൂമിൽ പോയി തിരിച്ചു വന്നാലും പൂർണ്ണമായിട്ടും അത് ക്ലിയർ ആയില്ല എന്നൊരു തോന്നൽ പറയും. അങ്ങനെയാണ് ടെനിസ്മസ് എന്നുള്ള വാക്ക് വെച്ചിട്ട് നമ്മൾ പറയുന്നത്. അങ്ങനെ ഒരു വയറുവേദനയും വയറ് കൃത്യമായിട്ട് ക്ലീൻ ആയി പോവാത്തൊരവസ്ഥയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ഈ ഒരു 140ഓളം കേസുകൾ നമ്മളിപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 6ഓളം മരണങ്ങളും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ മരണം ഉണ്ടാകുന്നതിന്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന നമുക്ക് നിർജ്ജലീകരണം എന്നും പറയുന്നത്, നമ്മൾ ഒരുപാട് ഡയേറിയ വന്ന് ഒരുപാട് നമ്മുടെ ശരീരത്തിലെ ജലാംശം നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമുക്ക് ഡീഹൈഡ്രേഷൻ ഉണ്ടാവുകയും അതുമൂലം ഉണ്ടാവുന്ന കോംപ്ലിക്കേഷനുകൾ കാരണമാണ് മരണം ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ ഷിഗല്ല മറ്റ് രോഗാണുക്കളായിട്ട് വ്യത്യാസപ്പെട്ടിരിക്കണം എന്ന് വെച്ചാൽ, മറ്റു രോഗാണുക്കൾ എന്ന് വെച്ചാൽ ഒരു നിശ്ചിത അളവിന് മേലെ വേണം. അതായത് ഒരു ചെറിയൊരു അളവ് എടുത്താൽ ഒരു 1,00,000 വേണമെന്നുണ്ടെങ്കിൽ, 1,00,000 രോഗാണുക്കൾ വേണമെന്നുണ്ടെങ്കിൽ, ഈ ഷിഗല്ലയുടെ കാര്യം എടുത്താൽ ഒരു ചെറിയൊരു ഇതിൽ തന്നെ ഒരു 10ഓ 100ഓ ചെറിയ രോഗാണുക്കൾ തന്നെ ഉണ്ടെങ്കിൽ തന്നെ ഒരു വ്യക്തിയിലേക്ക് പെട്ടെന്ന് അസുഖം ഉണ്ടാക്കാൻ പറ്റും. അത് മാത്രമല്ല, ഈ ചെറിയ അളവ് വേണ്ടത് കൊണ്ട് തന്നെ നമ്മൾ ഒരു വീട്ടിൽ ഒരാൾക്ക് വന്നാൽ തന്നെ ബാക്കി ആളുകളിലേക്ക് പെട്ടെന്ന് ഈ രോഗാണു പടരാനും സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് തന്നെ ഇത് പടർന്നു പിടിക്കുന്നതിന്റെ മറ്റൊരു കാരണം. അപ്പോൾ ഇത്രയാണ് ഇതിന്റെ ഒരു രോഗലക്ഷണങ്ങളും ഇത് പറയുന്നത് എന്ന് വെച്ചാൽ, നമ്മൾ എങ്ങനെയാണ് ഇതിന്റെ ചികിത്സ അല്ലെങ്കിൽ എങ്ങനെയാണ് ഡയഗ്നോസ് ചെയ്യുന്നത് വെച്ചാൽ, ഇങ്ങനത്തെ ഒരു സാഹചര്യം ആയതുകൊണ്ട് നമ്മൾ ഇത്തരം രോഗങ്ങളെ അവഗണിക്കരുത്. നമുക്കിപ്പോ ഒരു വയറിളക്കം ഉണ്ടായി അല്ലെങ്കിൽ ഒരു അത്തരത്തിലുള്ള രോഗലക്ഷണങ്ങൾ ഉണ്ടായാൽ നമ്മൾ അടുത്ത് തന്നെ അപ്പോൾ തന്നെ നമ്മളൊരു ഡോക്ടറെ സമീപിക്കുകയും നമ്മുടെ ലക്ഷണങ്ങൾ പറയുകയും കൃത്യമായ വിവരങ്ങൾ കൊടുക്കുകയും ചെയ്യണം. നമ്മൾ എവിടെയാണ് നമ്മൾ ഭക്ഷണം കഴിച്ചത്, എന്തൊക്കെ കഴിച്ചു, പുറത്തുനിന്നുള്ള ഭക്ഷണങ്ങൾ കഴിച്ചിരുന്നു എന്നുള്ള രീതിയിലുള്ള കൃത്യമായ പറയുകയും ചെയ്യണം. നമ്മൾ അതിനനുസരിച്ചുള്ള മരുന്നുകൾ കഴിക്കുകയും വേണം. മരുന്നുകളുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ചെറിയൊരു പ്രശ്നം ഫേസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ പണ്ടെല്ലാം ഫ്ലൂറോക്വിനോൺ എന്നുള്ള വിഭാഗത്തിൽപ്പെടുന്ന ആന്റിബയോട്ടിക്കുകൾ ഇത് നമുക്ക് കൊടുക്കാൻ പറ്റുമായിരുന്നു. ഫ്ലൂറോക്വിനോൺ വിഭാഗത്തിൽപ്പെടുന്ന ഇപ്പോൾ സിപ്രോഫ്ലോക്സസിൻ ആണെന്നുണ്ടെങ്കിലും ഫ്ലോക്സസിൻ പോലെയുള്ള ആന്റിബയോട്ടിക്കുകളായിരുന്നു നമ്മൾ ഈ ഷിഗല്ല ബാക്ടീരിയൽ ഇൻഫെക്ഷൻ നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ കാണുന്ന പല ഇൻഫെക്ഷൻസിനും ഈ
ആന്റിബയോട്ടിക് കൊടുത്താൽ ഫലിക്കാതെ, അതായത് റെസിസ്റ്റൻസ് വന്നു തുടങ്ങി. ഈ ആന്റിബയോട്ടിക് കഴിച്ചാലും ഈ അസുഖം മാറാത്തൊരവസ്ഥയെ നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യമേ തന്നെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ ഡോക്ടറുടെ അടുത്തേക്ക് പോവുകയും കൃത്യമായി ടെസ്റ്റുകൾ ചെയ്യും. മലപരിശോധനയാണ് നമ്മൾ ചെയ്യുന്നത്. സാമ്പിൾ കൊടുത്തിട്ട് അതിൽ നിന്ന് ഈ ബാക്ടീരിയ ഉണ്ടോ ഇല്ലയോ എന്നാണ് നമ്മൾ നോക്കുന്നത്. ബാക്ടീരിയ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ആന്റിബയോട്ടിക് സെൻസിറ്റിവിറ്റി ടെസ്റ്റിംഗും നമ്മൾ ഇതിന്റെ കൂടെ നടത്തി നോക്കുന്നുണ്ട്. അപ്പോഴാണ് അറിയാൻ പറ്റുന്നത് ഏതെല്ലാം ആന്റിബയോട്ടിക്കിനോടാണ് സെൻസിറ്റീവ് ആയിട്ടുള്ളത്, അതായത് ഏതൊക്കെ ആന്റിബയോട്ടിക് കൊടുത്താലാണ് ഈ രോഗം മാറുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോ ഇതിൽ മറ്റു ചില കാര്യങ്ങൾ എന്തൊക്കെയാ പറയേണ്ടതെന്ന് വെച്ചാൽ, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് ഇതിന്റെ ഒരു ചികിത്സയിൽ വരുന്ന ORS സൊല്യൂഷൻ എന്ന് പറയുന്നത്. ORS ലായനി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അത് കൃത്യമായി കഴിക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചികിത്സാ മാർഗമാണ്. അത് പണ്ട് കോളറ ഔട്ട്ബ്രേക്ക് വന്നപ്പോഴും, കോളറ എന്ത് ഡയറിയൽ ഡിസീസ് വന്നപ്പോഴും ഈ ORS എന്നുള്ളൊരു കണ്ടുപിടുത്തത്തിന് ശേഷമാണ് ഇത്രയും മരണനിരക്ക് കുറയുകയും ഇത്രയും രോഗങ്ങൾ പെട്ടെന്ന് സിവിയർ ആവാതെ തന്നെ ചെറിയ രീതിയിൽ വന്ന് പോവുകയും ചെയ്യാൻ ഒരു കാരണം എന്ന് വെച്ചാൽ ORS എന്നുള്ളൊരു കണ്ടുപിടുത്തത്തിന്റെ ഭാഗമാണ്. ORS എന്ന് വെച്ചാൽ നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും. അത് ഒരു പൊടിയാണ്. നമ്മൾ 1 ലിറ്റർ വെള്ളത്തിൽ, ഒരു ലിറ്റർ തിളപ്പിച്ചാറ്റിയ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഓരോ പ്രാവശ്യവും കഴിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അതായത് നമ്മുടെ ശരീരത്തിൽ നിന്ന് എത്രത്തോളം ഡയേറിയ വഴി ജലാംശം നഷ്ടപ്പെട്ടു പോയോ അതിനനുസരിച്ച് അത് റീപ്ലേസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഇത്തരം ലായനികൾ കൊടുക്കുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇത് നമുക്കിപ്പോ വീട്ടിലിപ്പോ ORS പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് വീട്ടിൽ അത് ഉണ്ടാക്കാൻ പറ്റും. അതും സെയിം പോലെ തന്നെ നമ്മൾ 1 ലിറ്റർ തിളപ്പിച്ചാറ്റിയ വെള്ളം എടുക്കാം. അതിൽ 6 സ്പൂൺ പഞ്ചസാരയും 1 സ്പൂൺ ഉപ്പ് ഇടുക, നല്ലോണം മിക്സ് ചെയ്യുക, അത് പൊടിക്കാവുന്നതാണ്. അല്ലെങ്കിൽ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ കിട്ടുന്ന ഉപ്പിട്ട കഞ്ഞിവെള്ളം, അതുപോലെ തന്നെ നാരങ്ങ വെള്ളം, അതുപോലെ കരിക്ക് വെള്ളം, അങ്ങനെ പല രീതിയിലുള്ള വെള്ളം നമുക്ക് കൊടുക്കാവുന്നതാണ്. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് എത്രത്തോളം ജലാംശം നഷ്ടപ്പെട്ടോ അത്രത്തോളം ജലാംശം തിരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ളൊരു ഇത്. ഇതിന്റെ കൂടെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും കൂടുതൽ നമ്മൾ റെഡ് ഫ്ലാഗ് സൈൻസ് എന്നൊക്കെ പറയുന്ന ഇതെന്ന് വെച്ചാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഇമ്മീഡിയറ്റ് ആയിട്ട് ഹോസ്പിറ്റലിൽ പോകേണ്ട സന്ദർഭങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ അമിതമായ രക്തസ്രാവം ഉണ്ടാക്കുക. അതായത് ഈ ഷിഗല്ല ബാക്ടീരിയ നമ്മുടെ വയറ്റിലെത്തിക്കഴിഞ്ഞാൽ നമ്മുടെ കുടലുകളിൽ ചെറിയ രീതിയിൽ മുറിവുകൾ ഉണ്ടാക്കും. നമ്മുടെ കുടലിലുള്ള ചെറിയ ലെയറുകളെ അത് ചെറുതായിട്ട് ഒരു മുറിവുകൾ പോലെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ ബ്ലീഡിങ് ഉണ്ടാക്കും, ചെറിയ രീതിയിൽ രക്തസ്രാവം ഉണ്ടാക്കുകയും മലത്തിലൂടെ ഈ രക്തം പുറത്തേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ ഇത് വളരെ സിവിയർ ആയാൽ നമ്മുടെ ഒരുപാട് നമുക്ക് ആൾക്ക് ഭയങ്കര ക്ഷീണവും തലകറക്കവും അതുപോലെ തന്നെയുള്ള ലക്ഷണങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരം ഘട്ടങ്ങളിൽ ഇതുപോലെ തന്നെ ഒരുപാട് രക്തങ്ങൾ കാണുക, അല്ലെങ്കിൽ നിർത്താൻ പറ്റാത്ത രീതിയിലുള്ള തുടർച്ചയായ ഛർദി, ഭയങ്കരമായ പനി, ഇത്തരം ലക്ഷണങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ ഉടനെ തന്നെ ചികിത്സാ സഹായം തേടും. അപ്പൊ നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ORS സൊല്യൂഷൻ ഒരു വയറിളക്കം ആയാൽ തന്നെ അത് എന്ത് രീതിയിലുള്ള ഇതായിക്കോട്ടെ, അത് ഷിഗല്ല ആയിരിക്കാം, വൈറസ് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇതായിക്കോട്ടെ, നമ്മൾ കൃത്യമായി അതിനെ റീപ്ലേസ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ കൊടുത്താൽ നമുക്ക് ഡീഹൈഡ്രേഷൻ തടയാൻ പറ്റുകയും നമ്മൾക്ക് ഒരുപാട് ഇംപ്രൂവ്മെന്റ് പെട്ടെന്ന് സാധ്യമാവുകയും ചെയ്യും. അതിനുശേഷമാണ് ആന്റിബയോട്ടിക്കുകളും മറ്റ് സപ്പോർട്ടീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകളും നമുക്ക് കൊടുക്കേണ്ടത്. ഇതിന്റെ കൂടെ നമുക്ക് പറയാൻ പറ്റിയ ഈ പകർച്ചവ്യാധി തടയാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് പ്രതിരോധ മാർഗങ്ങൾ, അത് നമ്മൾക്ക് പലർക്കും അറിയാവുന്ന മാർഗങ്ങളൊക്കെ തന്നെയാണ്. അതിൽ ആദ്യം വരുന്നത് പേഴ്സണൽ ഹൈജീൻ, വ്യക്തി ശുചിത്വം. പിന്നെ വരുന്നത് വാട്ടർ ആൻഡ് ഫുഡ് ഹൈജീൻ, ആഹാര ശുചിത്വം. പിന്നെ വെള്ളത്തിന്റെ ശുചിത്വം. അതുപോലെ തന്നെ എൻവയോൺമെന്റൽ ഹൈജീൻ, പുറമേയുള്ള പരിസ്ഥിതിയുടെ ശുചിത്വം. അപ്പോൾ ഇത്രയും 3 ലെവലിലായിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റണം. അതായത് ആദ്യം അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മളെ ഹാൻഡ് ഹൈജീൻ എന്ന് വെച്ചാൽ. നമ്മൾ കോവിഡ് സമയത്ത് നമുക്ക് എല്ലാവരുടെ പോക്കറ്റിലും ബാഗിലൊക്കെ സാനിറ്റൈസർ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലായിട്ട് നമുക്ക് വെള്ളവും സോപ്പും ഒക്കെ ഈസിലി അവൈലബിൾ ആയിരുന്നു. അതുപോലെ തന്നെ ഈ അതേ രീതിയിൽ തന്നെ നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റണം. അതായത് നമ്മൾക്കിപ്പോൾ അസുഖം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിന് നോക്കാതെ തന്നെ നമ്മൾക്ക് എപ്പോഴും കൈകൾ ഒരു 20 തുടങ്ങി ഒരു 40 സെക്കൻഡുകൾ വരെ തുടർച്ചയായിട്ട് കഴുകാൻ പറ്റണം. കൈ കഴുകുന്ന രീതിയല്ല, കോവിഡിന് നമ്മൾ പഠിച്ച രീതി തന്നെ. അതായത് ആദ്യം കൈകൾ 2 സൈഡിലും താഴെ ഭാഗം കഴുകുക, പിന്നെ മേലെ ഭാഗം, പിന്നെ വിരലുകൾക്കിടയിൽ, പിന്നെ തള്ള വിരല്, പിന്നെ റിസ്റ്റിന്റെ ഭാഗം, കൈത്തണ്ടയുടെ ഭാഗം, അങ്ങനെ ആയിട്ടൊരു 40
ഒരു 20 തുടങ്ങി 40 സെക്കൻഡ് വരെ വെള്ളം തുറന്നിട്ട് നമുക്ക് സോപ്പും വെള്ളം വെച്ച് കഴുകുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അത് എപ്പോഴൊക്കെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പ്രധാനമായിട്ട് നമ്മൾ ഭക്ഷണം പാകം ചെയ്യുന്നതിന് മുന്നേ. നമുക്കറിയില്ല നമ്മൾക്ക് അസുഖം വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ നമ്മളുടെ വീട്ടിൽ മറ്റാർക്കെങ്കിലും ഉണ്ടോ, നമുക്കറിയില്ല. ചിലപ്പോൾ ആ വ്യക്തിയുമായിട്ടൊരു സമ്പർക്കത്തിന് ശേഷമായിരിക്കും നമ്മൾ കൈ കഴുകാതെ ഭക്ഷണം പാകം ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ഭക്ഷണം പാകം ചെയ്താൽ ആ ഭക്ഷണം കഴിക്കുക വഴി വീട്ടിലെ ബാക്കി എല്ലാവർക്കും, ആ ഭക്ഷണം ആരാണോ കഴിക്കുന്നത് അവർക്ക് എല്ലാവർക്കും ഈ രോഗം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് ഭക്ഷണത്തിന് അത് ആഹാരം പാകം ചെയ്യുന്നതിന് മുന്നും ഭക്ഷണത്തിനും കഴിക്കുന്നതിന് മുന്നുമായിട്ട് കൈ നല്ലോണം കഴുകണം എന്ന് പറയുന്നത്. അതേപോലെ തന്നെയാണ് നമ്മൾ ബാത്റൂമിലൊക്കെ പോകുമ്പോൾ മലമൂത്ര വിസർജനമൊക്കെ ചെയ്തതിന് ശേഷം കൈകൾ ഇതുപോലെ തന്നെ വൃത്തിയായിട്ട് കഴുകുന്നുണ്ട്. ഇത് എല്ലാ രോഗങ്ങൾക്കും, ഈ പറയുന്ന രോഗങ്ങൾക്കെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതേപോലെ തന്നെയാണ് വ്യക്തിപരമായ സുരക്ഷ. അതായത് നമ്മളിപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് ഒരു രോഗിയുമായിട്ട് കണ്ടാൽ, ഇപ്പോൾ ഡയറി ഉള്ള ഒരാൾ, ചിലപ്പോൾ അയാൾക്ക് കുഴപ്പമൊന്നും ഇല്ലായിരിക്കാം, പക്ഷെ നമ്മൾ അയാളെ കണ്ടതിന് ശേഷം നമ്മൾ അയാൾ ഉപയോഗിക്കുന്ന എന്തെങ്കിലും വസ്ത്രങ്ങളോ പാത്രങ്ങളോ ഒക്കെ നമുക്ക് ഷെയർ ചെയ്ത് കഴിക്കേണ്ടി വന്നാൽ ഇത് ചെയ്യണം. പക്ഷെ അത്തരം സാഹചര്യങ്ങൾ മാക്സിമം നമ്മൾ അവോയ്ഡ് ചെയ്യണം. അത്തരം രോഗികളായിട്ടുള്ള സമ്പർക്കം നമുക്ക് മാക്സിമം അവോയ്ഡ് ചെയ്യണം. അതായത് നമ്മൾ ഇത്തരം രോഗികൾ ഐസൊലേറ്റഡ് ആവുകയും നമ്മൾ അത്തരം സമ്പർക്കം ഒഴിവാക്കുകയും ചെയ്യണം. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് നമ്മുടെ ആഹാരവും വെള്ളവും. ഇപ്പൊ വെള്ളത്തിന്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ മഴക്കാലമാണ്, പല സ്ഥലങ്ങളിൽ നിന്നും വെള്ളം കെട്ടിക്കെട്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പല ജലസ്രോതസ്സുകളിലേക്കും ഈ മലിനജലമായിട്ട് മിക്സ് ആവാനായിട്ട് ഭയങ്കര ചാൻസ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെ മിക്സ് ആകുമ്പോൾ തന്നെ പല ഡിസീസ് വരാനുള്ള സാധ്യതയുണ്ട്. ഷിഗല്ല അതുപോലെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ വെള്ളം കുടിക്കുമ്പോൾ ഇപ്പോൾ എന്താ പറയാ, നമ്മൾ തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുക. തിളപ്പിച്ചാറ്റിയ വെള്ളം എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും എളുപ്പം നമുക്ക് ഓർത്തിരിക്കാന്ന് വെച്ചാൽ റോൾ ബോയിലിംഗ് എന്ന് പറയും. ആ തിളച്ച് നല്ല രീതിയിൽ തിളച്ച് ഇങ്ങനെ റോൾ ചെയ്ത് വരുന്ന വെള്ളം, അത് അത്രയും രീതിയിൽ തിളക്കണം. അങ്ങനെ തിളച്ചിട്ട് ഒരു 5 മിനിറ്റോളം നിൽക്കണം. ആ വെള്ളം തിളച്ച് ഒരു 3 മിനിറ്റ് തുടങ്ങി 5 മിനിറ്റ് വരെ ആ വെള്ളം തിളച്ചുകൊണ്ടിരിക്കണം. അങ്ങനെയുള്ള വെള്ളം കുടിക്കുമ്പോൾ നമുക്ക് സേഫ് ആണ്. കാരണം ആ ഒരു ടെമ്പറേച്ചറിൽ അഥവാ ഈ ഷിഗല്ല ബാക്ടീരിയ നമ്മുടെ വെള്ളത്തിലുണ്ടെങ്കിൽ കൂടെ അത് നശിച്ചു പൊക്കോളും. അതുപോലെ തന്നെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഹോട്ടലിലൊക്കെ ചെല്ലുമ്പോൾ ഇപ്പോൾ നമ്മൾ സേഫ് ആവാൻ വേണ്ടി നമ്മൾ പറയും ചൂടുവെള്ളം മതി, തണുത്ത വെള്ളം വേണ്ട എന്ന് പറയും. അപ്പോ പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ പല ഹോട്ടലിൽ ഇപ്പൊ ഗ്യാസിന്റെ പ്രശ്നം, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അവർ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ ചൂടുവെള്ളം ചോദിച്ചാലും അവർ കുറച്ച് വെള്ളം ചൂടാക്കും, ബാക്കി അതൊന്ന് ബാലൻസ് ആവാൻ വേണ്ടി തണുത്ത വെള്ളം തന്നെ മിക്സ് അപ്പ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ മിക്സ് ചെയ്താൽ ബാക്ടീരിയ ഒരിക്കലും നശിക്കില്ല. കാരണം അവിടെ ഓൾറെഡി പച്ചവെള്ളം നമ്മൾ ഓൾറെഡി മിക്സ് ചെയ്ത് കഴിഞ്ഞു, തിളപ്പിക്കാത്ത വെള്ളമായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞു. സോ അത്തരം സാഹചര്യങ്ങളിൽ തൽക്കാലത്തേക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലത് നമ്മൾ വീട്ടിൽ നിന്ന് തിളപ്പിച്ച വെള്ളങ്ങൾ കൊണ്ടുപോവുക, അത് കുടിക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ തന്നെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ ബോട്ടിൽഡ് ആയിട്ടുള്ള വെള്ളങ്ങൾ വാങ്ങിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ. നമ്മൾ ചൂടുള്ള ഭക്ഷണം തന്നെ കഴിക്കാൻ നോക്കുക. പഴകിയതോ തുറന്നു വെച്ചതോ ആയിട്ടുള്ള ഭക്ഷണം മാക്സിമം അവോയ്ഡ് ചെയ്യാം. മഴക്കാലമായതുകൊണ്ട് ഈച്ച പോലെയുള്ള പ്രാണികളുടെ ശല്യം നല്ല കൂടുതലായിരിക്കും. അപ്പോൾ ഭക്ഷണം തുറന്നു വെച്ചാൽ എന്തായാലും അത് കണ്ടാമിനേറ്റഡ് ആവാനുള്ള സാധ്യത നല്ല കൂടുതലാണ്. സെയിം തന്നെയാണ് നമ്മളിപ്പോൾ പച്ചക്കറികളും നമ്മൾ പുറത്തുനിന്നുള്ള ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ചാലും ഈ ഒരു അവസ്ഥ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അതും നമ്മൾ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യാം. പച്ചക്കറിയും പഴങ്ങളും എന്തായാലും നമ്മൾ ക്ലീൻ ചെയ്യുന്നുണ്ടാവും, പക്ഷെ ഒന്നുകൂടി നമ്മൾ ആ കാര്യത്തിലൊന്ന് ശ്രദ്ധ വേണമെന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെയാണ് എൻവയോൺമെന്റൽ ഹൈജീൻ എന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ പറഞ്ഞു പലതരത്തിലും വെള്ളക്കെട്ടുണ്ട്. ഇത്തരം വെള്ളക്കെട്ടുകൾ ഉണ്ടാകുന്ന സാഹചര്യം ഒഴിവാക്കുക. അതുപോലെ തന്നെ നമ്മളെ വീടിന്റെ പല സ്ഥലങ്ങളിലായിട്ട് ഇപ്പോൾ ഡ്രെയിനേജ് ഒക്കെ ബ്ലോക്ക് ആയി കിടക്കുകയായിരിക്കും, അതെല്ലാം ക്ലിയർ ചെയ്ത് വരിക. അപ്പൊ നമ്മുടെ ഗവൺമെന്റ് തന്നെ അടുത്ത 3 ദിവസങ്ങളിലൊക്കെ ആയിട്ട് അത് നടത്തണം, ഒരു പ്ലാൻ പറയുന്നുണ്ട്, ഡ്രൈ ഡേ ആചരിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെയുള്ള പ്രാണികൾ അല്ലെങ്കിൽ കൊതുകുകളൊക്കെ വളരാനുള്ള സാഹചര്യത്തിൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കുറെ മാർഗങ്ങൾ ചെയ്യുന്നത്. ഇതിലൂടെ തന്നെ ഈ പറയുന്ന ഈ പെസ്റ്റ് കൺട്രോൾ, ഈച്ച, കൊതുക്, മറ്റു പ്രാണികൾ, അതിന്റെ നിയന്ത്രണം, അത് ഇനി വരുന്ന സെഷനിൽ ഡോക്ടർ അജിത്ത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ്. എത്രയാണ് നമുക്ക് ഇതിന്റെ പ്രതിരോധ മാർഗങ്ങൾ, അതായത് വ്യക്തി ശുചിത്വം, പേഴ്സണൽ ഹൈജീൻ, അത് അടിസ്ഥാനപരമായിട്ട് കൈ കഴുകലും ഈ രോഗികളായിട്ടുള്ള സമ്പർക്കം കുറയ്ക്കലുമാണ്. അതുകൂടാതെ തന്നെ നമ്മൾ കഴിക്കുന്ന വെള്ളത്തിന്റെ ശുചിത്വം, അതുപോലെ തന്നെ ഭക്ഷണത്തിന്റെ ശുചിത്വം, കൂടാതെ തന്നെ പരിസര ശുചിത്വം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഏത് ഡയറിയൽ രോഗം ആണെങ്കിലും എന്തും ആയിക്കോട്ടെ, ഇത്രയും രോഗങ്ങൾ എന്നുള്ള ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ